നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. എന്നാൽ 10 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതേസമയം കനത്ത മഴ തുടരുന്ന വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കോഴിക്കോട് ജില്ലാ കളക്ടറും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് ദുരന്തവുമായി വിമർശനവുമായി കേരള ഹൈക്കോടതി. മാലിന്യം തോട്ടിൽ തള്ളുന്നത് ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ജനത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഇടപെടലുണ്ടാവണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ജോയിയെ തോട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ മാലിന്യം നിറഞ്ഞ തോട്ടിലിറങ്ങി തെരച്ചിൽ നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ ഹൈക്കോടതി അഭിനന്ദിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് കേസ് പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. ഡിവിഷൻ റെയിൽവേ മാനേജർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി വൻ പദ്ധതികളുമായി കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും ചുമതല 14 നേതാക്കൾക്ക് വീതിച്ചു നൽകി. വർക്കിംഗ് പ്രസിഡന്റുമാരായ T സിദ്ദീഖിന് വടക്കൻ മേഖലയുടെയും TN പ്രതാപന് മധ്യമേഖലയുടെയും കൊടിക്കുന്നിൽ സുരേഷിന് ദക്ഷിണ മേഖലയുടെയും ചുമതല നൽകി. കോർപ്പറേഷനുകളുടെ ചുമതല K സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും റോജി M റോണിക്കും VD സതീശനും VS ശിവകുമാറിനും PC വിഷ്ണുനാഥിനും നൽകി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കഠിന പ്രയത്നം വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം അടിസ്ഥാനമാക്കിയാണ് നീക്കം. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ജമ്മു കാശ്മീരിലേക്ക് ഭീകരർ കടന്നെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഹിരാനഗർ മേഖലകളിലൂടെയാണ് 50-ലധികം ഭീകരർ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ കടന്നതെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ നിരീക്ഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണോ ഈ ശ്രമമെന്നും ഇന്ത്യൻ സൈന്യം സംശയിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഡോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് 2 ഇടങ്ങളിൽ കൂടെ ഏറ്റുമുട്ടലുണ്ടായി. തൃശൂർ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ മരം വീണ് റോഡിലേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു. ആതിരപ്പള്ളി മുക്കമ്പുഴയിലാണ് മരം റോഡിലേക്ക് വീണത്. വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലൂടെ വരികയായിരുന്ന കണ്ടെയ്നറുകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. വാഹനം ഭാഗികമായി തകരുകയായിരുന്നു. 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം എടുത്തു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട് മുൻ VC MR ശശീന്ദ്രന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു. ശശീന്ദ്രനാഥിനെ ഗവർണർ നേരത്തെ പുറത്താക്കിയിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ, അസിസ്റ്റന്റ് വാർഡൻ, ഡീൻ, ആംബുലൻസ് ഡ്രൈവർ മുതൽ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ, അധ്യാപകർ, സുഹൃത്തുക്കളും ഉൾപ്പെടെ 28 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പറഞ്ഞു. 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പുൽപ്പള്ളി ചീയമ്പലത്ത് വൈദ്യുതാഘാതമേറ്റ് മരിച്ച ആദിവാസി യുവാവ് സുധൻ മരിച്ച സംഭവത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. 16 ലക്ഷം രൂപ സഹായധനവും ആശ്രിതർക്ക് ജോലിയും നൽകാമെന്ന ഉറപ്പ് അധികൃതർ എഴുതി നൽകിയതോടെയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അർഹമായ സഹായധനവും ആശ്രിതർക്ക് ജോലിയും പ്രഖ്യാപിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും.
നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ സംഗീതജ്ഞൻ രമേശ് നാരായണനോട് ഫെഫ്ക മ്യൂസിക് യൂണിയൻ വിശദീകരണം തേടി. ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് രമേശ് നാരായണൻ പറഞ്ഞത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണക്കുറിപ്പിൽ രമേശ് അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളെ അങ്ങനെ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫിനെ വിളിച്ചു സംസാരിക്കുമെന്നും താൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഹൈറേഞ്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ച് കമ്പനി ഡയറക്ടർ KD പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ ഇന്നും നാളെയും കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ ആവശ്യത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് KD പ്രതാപനെ ഒരു ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടത്. നിലവിൽ എറണാകുളം ജില്ലാ ജയിൽ റിമാൻഡിലാണ് പ്രതാപൻ. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. അതേസമയം പക്ഷിപ്പനികളുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കോഴി താറാവ് വിപണനത്തിന് 8 മാസത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അറിയിച്ച് കോഴി താറാവ് കർഷകർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കള്ളിങ് നടത്തിയതിൻ്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കടക്കണിയിലാണെന്നും മന്ത്രി ചർച്ച നടത്താൻ തയ്യാറാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ എന്ന കാട്ടാന കാർ തകർത്തു. ചിന്നക്കനാൽ സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് കോമ്പൗണ്ടിൽ കയറിയ ആന സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനമാണ് ആക്രമിച്ചത്. ചിന്നക്കനാൽ സ്വദേശി മണിയുടെ ഉടമസ്ഥതയിലുള്ള ടാക്സി കാറാണ് ആക്രമിച്ചത്. റോഡിലൂടെ ആന നടന്നു വരുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് RTO എത്തി ആനയെ വേസ്റ്റ് കുഴി ഭാഗത്തേക്ക് തിരുത്തിയോടിച്ചു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലയിലെ കലൂരിൽ നടന്ന സമരം അവസാനിപ്പിച്ചു. സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സമരം അവസാനിപ്പിച്ചത്. രാജുവിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും 1 ലക്ഷം രൂപ ഇതിനു പുറമെ ഇൻഷുറൻസായും നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇതെല്ലാം പുറമെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായവും നൽകണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും തീരുമാനമായി. വ്യാജരേഖയുണ്ടാക്കി ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തെന്ന പരാതിയുമായി ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മ. ഇതേ തുടർന്ന് കയ്യേറ്റ ഭൂമിയിൽ കൃഷിയിറക്കാൻ സമരം നടത്തുകയാണ് നഞ്ചിയമ്മ. തർക്കഭൂമിയിൽ കൃഷി ഇറക്കാനെത്തിയ നഞ്ചിയമ്മയും ബന്ധുക്കളെ ഇന്നലെ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് തടഞ്ഞിരുന്നു. അഗളിയുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വ്യാജ നികുതി രസീത് സംഘടിപ്പിച്ച് ഭൂമി സ്വന്തം പേരിലാക്കിയതെന്നാണ് നഞ്ചിയമ്മ ആരോപിക്കുന്നത്. അതേസമയം സ്വകാര്യ വ്യക്തി ഭൂമി കൈമാറ്റത്തിന് ഉപയോഗിച്ചത് വ്യാജരേഖയെന്ന് വില്ലേജ് ഓഫീസറും സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.